ദേവുട്ടി വാവേ, ഇതൊരു വനമാണ് കേട്ടോ. ഈ വനം മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ നിരവധി പക്ഷികൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, പാമ്പുകളൊക്കെ അധിവസിക്കുന്ന ഒരു വനമാണ്. ഒരു പക്ഷി സങ്കേതം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സ്ഥലം മനസ്സിലായവർ പറയണം. നിരവധി കണ്ടലുകളും ഉണ്ട് കേട്ടോ ഇവിടെ. നിരവധി വ്യത്യസ്തമാർന്ന കണ്ടലുകളൊക്കെ ഉണ്ട്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പറഞ്ഞ സാധനത്തിനൊക്കെ കാണാനായിട്ട് എപ്പോഴും പറ്റില്ല. അതിങ്ങനെ ഇടക്കിടക്ക് വരും. നിരവധി വ്യത്യസ്തമാർന്നിട്ടുള്ള പാമ്പുകളുണ്ട്, അതുപോലെ തന്നെ പക്ഷികളുണ്ട്, നിരവധി കണ്ടലുണ്ട്. കണ്ടോ, കണ്ടലിൻ്റെ കുറ്റികളൊക്കെ കണ്ടോ, താഴത്ത് നോക്കൂ. നിരവധി കണ്ടലിൻ്റെ കുറ്റികളൊക്കെ കാണാം. കണ്ടോ, താഴേന്ന് മുളച്ച് വരുന്നുണ്ട്. പത്ത് 200 വർഷത്തിൽ മേൽ പഴക്കമുള്ള മരങ്ങൾ കാണാം. ധാരാളം മരങ്ങളുണ്ട് ഇവിടെ. കണ്ടു, ഒടിഞ്ഞു കിടക്കുന്നതൊക്കെ കാണാം അല്ലേ. ഈ മരം തന്നെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 200 വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നുള്ള നമുക്കൊരു വിലയിരുത്തൽ കണക്ക് കൂട്ടാം. ഈ മരം നേരെ മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ചാഞ്ഞ് താഴേക്ക് വന്നു. കണ്ടോ, താഴത്തേക്ക് വന്ന് ചാഞ്ഞ് കിടക്കുന്നു. ഇതിൻ്റെ ഒരൊറ്റ ഉറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, താഴേന്ന് പോയിരിക്കുന്ന വേരാണിത്. കണ്ടോ, ഇങ്ങനെ വേര് പോയിട്ട് കണ്ടോ, ഇവിടെ നിന്നൊരു വേരിങ്ങനെ കാണാം. പിന്നെ അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇത്രയും ശിഖരമാണ്. അവിടെ നിന്ന് വേറൊരു ചില്ല നേരെ പോയിട്ട് അത് ഭയങ്കര ഹൈറ്റിൽ പോയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിരവധി മരങ്ങൾ കാണാം. ഇതൊക്കെ ഏകദേശം ഒരു 10-200 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിറയെ കൊതുകാണ് കേട്ടോ ഇവിടെ. കൊതുകുകളുടെ ബഹളമാണ്. കണ്ടോ, ഒരു കൊടും വനമാണ്.
ഒരു പട്ടുകൂറ്റൻ മരമാണ് കേട്ടോ. നമ്മൾ നോക്കിയാൽ കണ്ടെത്തൂല, അത്ര ഹൈറ്റ് ഉണ്ട്. ഈ വൃക്ഷത്തിൻ്റെ വേരുകളുണ്ട്, എന്താണല്ലോ നോക്കി. വേരുകൾ കാണാൻ നല്ല ഭംഗിയല്ലേ, കണ്ടോ ഈ വേരുകൾ നോക്കിക്ക്. ഇതെല്ലാം ഈ മരത്തിൻ്റെ ആണ്. ഒരുപാട് വണ്ണമുള്ളൊരു മരമാണ്. ഏകദേശം 10-100 മീറ്ററോളം ഹൈറ്റിൽ പോയിരിക്കുന്നു. ഇനിയാണ് കാണിക്കാൻ പോണ ഒരു മരം നിറയെ വാവലുകൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടോ. ഇതിവിടെ മാത്രമേ കാണാൻ സാധിക്കൂ. ഇതാ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം വാവലാണ്. വാവൽ നിറയെ വാവലുകളാണ്. ഇത് 10,000-ന് മേൽ വാവലുകളുണ്ട് കണ്ടോ. ആ തൂങ്ങി കിടക്കുന്ന എല്ലാം വാവലുകളാണ്. കറുത്ത കളറിൽ തൂങ്ങിക്കിടക്കുന്നതുണ്ടോ, അതെല്ലാം വാവലാണ്. അതാണ് ഈ വനത്തിലെ മറ്റൊരു പ്രത്യേകത. ഇതിങ്ങനെ ഏകദേശം ഒരു 10-100 വർഷമായിട്ട് ഈ വാവലുകൾ ഇവിടെ തന്നെയുണ്ട്. ഈ സ്ഥലം മനസ്സിലായവർ, വ്യക്തമായിട്ട് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണം. എറണാകുളം നഗരത്തിലെ മധ്യഭാഗത്തായിട്ട് സിറ്റിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു കാടാണത്. ഒരു വനമാണ്, അറിയപ്പെടുന്നൊരു വനം. അപ്പോൾ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ തൊട്ടരികിൽ തന്നെ കേരളത്തിലെ വലിയൊരു സ്ഥാപനം അവിടെ ഇരിപ്പുണ്ട്. പേര് ഞാൻ പറയില്ല, അപ്പോൾ അതും അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി. ഇത്രയും ക്ലൂ തരാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ആ വവ്വാലുകളൊന്നുകൂടി കാണിച്ചു തരാം, കണ്ടോ. ഉണ്ടോ, ഇതാണ് വവ്വാൽ. ആ കറുത്ത കളറിൽ തൂങ്ങി കിടക്കുന്നതെല്ലാം വവ്വാലുകളാണ്. ഉണ്ടോ, ഈ കാടിനെ ഒരു ഭംഗിയാക്കി തീർക്കുന്നത് ഈ വവ്വാലുകളാണ്. തൊട്ടടുത്തായിട്ടൊരു പന, ഒരു വലിയൊരു പന നിൽപ്പുണ്ട്. സൂക്ഷിച്ച് നോക്കൂ കേട്ടോ, കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ. ആ കറുത്ത കളറിൽ തൂങ്ങി കിടക്കുന്നുണ്ട്, അതാണ് വവ്വാല്. വാവയെ കണ്ടോ ദേവി, നോക്ക്.